പ്രൈസ് ദി ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് ഓരോ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങളൊക്കെ പ്രിയപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും അനുഗ്രഹവും ആശ്വാസവും വിടുതലുമൊക്കെ ആയി തീരുന്നതെന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. തുടർന്നുള്ള എല്ലാ സാക്ഷ്യങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങളും കർത്താവിൽ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും ഒക്കെ കേട്ടാൽ അത് നിങ്ങൾക്ക് ഒത്തിരി വിടുതലായി തീരുവാനിടയായിത്തീരും. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ്. ദേവദാസനെ എന്തോ ഉണ്ട്? ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിലെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പ അങ്ങയുടെ മഹാസാന്നിധ്യവും ദയയും എളിവരായി ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ. പ്രിയ കർത്താവിൻ്റെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പ്രിയ ദൈവദാസനോട് കൂടെ ഇരിക്കണമേ. എന്നെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ ഷെയർ ചെയ്യുവാനുള്ള എല്ലാ ദൈവകൃപയും പരിശുദ്ധാത്മാവ് കൊടുക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കേൾവിക്കാർക്ക് ഒരു വലിയ വിടുതലായി മാറുവാൻ ഹല്ലേലൂയ കർത്താവോടൊന്ന് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടുവാനിടയാകട്ടെ. നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസനെ എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാട്ട്? തിരുവനന്തപുരത്ത് കോവളം എന്ന സ്ഥലത്താണ്. ഓക്കെ, ഓക്കെ പാസ്റ്റേ. പ്രൈസ് ലോർഡ് പാസ്റ്റേ. ഇനിയുള്ള സമയം ഞാൻ പാസ്റ്റർ നൽകി തരികയാണ് ജീവിതത്തിന്റെ അനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന്. ദേവദാസന് തുടങ്ങിയിട്ട്. ഓക്കെ. കർത്താവിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുവാൻ ഇടവരുമാറാകട്ടെ. എനിക്കിങ്ങനെ ഈ ഒരു ടിവിയിലൂടെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത അനുഭവങ്ങളെ ഈ ലോകത്തോട് വിളിച്ചു പറയുവാൻ തക്കവണ്ണം ദൈവം ഒരവസരം ഒരുക്കിയ കൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പാണ് എന്നെ ഫോൺ ചെയ്യുകയും ഈ കാര്യം കർത്താവിൻ്റെ ദാസൻ അറിയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് ഒരുമിച്ച് ആയിരിക്കുന്നതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ടിവിയുടെ പ്രവർത്തനങ്ങൾ അനേകരുടെ രക്ഷയ്ക്ക് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാരംഭമായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി എൻ്റെ സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ് ചെയ്യുന്നത്. എൻ്റെ പേര് അജി എസ് എന്നാണ്. എനിക്ക് ഒരു ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. 2 ആൺമക്കളാണ്. അവരിപ്പോൾ പഠനത്തോടുള്ള ബന്ധം കഴിഞ്ഞും ഒക്കെ ആയിരിക്കുകയാണ് ചെയ്യുന്നത്. അവരും കുടുംബമായി ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ഇന്റർനാഷണൽ സിയോൺ അസംബ്ലി ട്രസ്റ്റ് ആൻഡ് സൊസൈറ്റി എന്ന സംഘടനയിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനെക്കുറിച്ച് ചില കാര്യങ്ങളെ ഞാനൊന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ് ചെയ്യുന്നത്. എൻ്റെ ജനനം ഒക്കെ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലാണ്. ഞാൻ കർത്താവ് ജനിച്ച് വളർത്തപ്പെടാനായിട്ട് ഇടയായി തീർന്നത്. എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ മാതാപിതാക്കൾ, അച്ഛൻ്റെ പേര് സോമൻ എന്നാണ്, അമ്മയുടെ പേര് സാവിത്രി എന്നാണ്. ഞങ്ങൾക്ക് 3 മക്കളാണ്. മൊത്തത്തിൽ ഞങ്ങൾ 3 മക്കളാണ്. ഞാൻ മൂത്തയാളാണ്. ഞങ്ങളിങ്ങനെ ഹൈന്ദവ പശ്ചാത്തലത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടു. എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത്, ഞങ്ങളുടെ കുടുംബസ്ഥലം തിരുവല്ലമാണ്. തിരുവല്ലത്ത് നിരപ്പിൽ എന്ന് പറയുന്ന ഒരു കൊച്ചു പ്രദേശമുണ്ട്. ഞങ്ങൾക്ക് കുടുംബ ക്ഷേത്രമുണ്ട്. ഇന്നും ആ ക്ഷേത്രമൊക്കെ ഉണ്ട്. നിരപ്പിൽ ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത്.
ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടാൻ ഇടയായി തീർന്നത്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം ഒരു 8ാം ക്ലാസ് വരെയുള്ള പഠനം നടക്കുന്നത് കാഞ്ഞിരംകുളം എന്ന പ്രദേശത്താണ്. എൻ്റെ അമ്മയുടെ ആ, ഭവനം അവിടെയാണ്. അതിനോടുള്ള ബന്ധത്തിൽ 8ാം ക്ലാസ് വരെ അവിടെയാണ് എൻ്റെ പഠനം. 8ാം ക്ലാസ് വരെ. അതിനുശേഷമുള്ള പഠനം വീണ്ടും തിരുവല്ലത്ത് തന്നെ കടന്നു വരികയും മുന്നോട്ട് പോവുകയും ചെയ്യുവാനിടയായി. എന്നാൽ എൻ്റെ ബാല്യകാലഘട്ടത്തിലെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെ വേദനിപ്പിക്കുന്നത് രാത്രികാലങ്ങളിലാണ്. രാത്രികാലത്ത് സ്വപ്നത്തിൽ, ബൈബിൾ പറയുന്നത് പോലെ സ്വപ്നത്തിൽ വളരെ വേദനപ്പെട്ടു വന്ന പീലാത്തോസിന്റെ ഭാര്യ പറയുന്ന ഒരു ഭാഗം എന്റെ സാക്ഷ്യവുമായിട്ട് ഞാൻ ഇങ്ങനെ ഒപ്പുവാൻ തക്കവണ്ണം ഇടയാണ്. കുഞ്ഞുനാളിൽ ഞാൻ വളർന്നു വരുന്ന സമയത്തെല്ലാം രാത്രിയിൽ എനിക്ക് പലപ്പോഴും ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു എൻ്റെ അനുഭവം. രാത്രിയിൽ ഭയാനകമായ സ്വപ്നം. ഞാനിപ്പോഴും അത് പലപ്പോഴും ഓർക്കാറുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ ചിലപ്പോൾ ഒരു കൊച്ചു സുഷിരത്തിലൂടെ എന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് പോലെ. ഒരിക്കലും സാധ്യമല്ല, പക്ഷേ അത് നിമിത്തം ഞാൻ ഭയപ്പെട്ട് അലറി വിളിക്കുന്ന അനുഭവം പലപ്പോഴും. അതിന്റെ ഫലമായിട്ട് ഞാനിപ്പോഴും ഓർക്കുന്നൊരു സന്ദർഭമുണ്ട്. അപ്പോൾ ഞാൻ കാഞ്ഞിരംകുളത്താണ്, അമ്മച്ചിയുടെ സംരക്ഷണയിലാണ് ഞാൻ അവിടെ ആയിരിക്കുന്നത്. ആ സമയത്ത് ഒരു സന്ദർഭം ഞാൻ ഇപ്പോഴും ഓർക്കുക. കാരണം ഈ ഹൈന്ദവ ആചാരം അനുസരിച്ച് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ പിശാചിനെ മാറ്റിവിടാൻ അവര് ചെയ്യുന്ന പല പണികളുണ്ട്. അതിലൊന്നാണ് തുറപ്പെടുത്തടിക്കുക. ഞാനിങ്ങനെ രാത്രിയിൽ ഈ അലറി വിളിക്കുന്ന സമയത്ത് അവര് എന്നെ ഇഷ്ടം പോലെ തുറപ്പെടുത്ത് അടിക്കാൻ തക്കവണ്ണം പല പ്രാവശ്യം ഇതുപോലെ പലയിടത്തും. പിന്നെ ചില സന്ദർഭങ്ങളില് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി അവര് ഭസ്മമിടാനും അതിന്റെ കാര്യാദികളൊക്കെ അത് ചെയ്യാൻ തക്കവണ്ണം ഇടയായി. പക്ഷെ എന്നാൽ എൻ്റെ ജീവിതത്തില് കുഞ്ഞുനാളിലെ അനുഭവമാണ്. പലപ്പോഴും പൈശാചികമായിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ എൻ്റെ ബാല്യകാലം കടന്നുപോയിക്കൊണ്ടിരുന്നത്. അത് എനിക്ക് കുറെ കൂടെ വ്യത്യാസം വരുന്ന സമയത്തും കുറച്ചുകൂടെ ഞാൻ വളരുന്ന സമയത്തും പലപ്പോഴും ഇങ്ങനെയുള്ള രാത്രിയിലുള്ള ഈ ഒരു പൈശാചികമാകുന്ന, അത് പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അന്ന് അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല, അങ്ങനെയൊന്നും അല്ല അന്ന് ചിന്തിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഭയപ്പെടുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ അത് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എന്നാൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അത് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞൊരു 17 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന്, അന്നത്തെ സാഹചര്യം പഠിക്കാനൊന്നും അധികം ഉത്സാഹം ഇല്ലാത്തത് കൊണ്ടും ഒരു 17 വയസ്സൊക്കെ കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ജോലിക്കേക്ക് പല ജോലികളിലും ഒന്നും ഒരു പൂർത്തീകരണത്തിലേക്ക്, അതിലൊരു ഒരു മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു തലത്തിലേക്ക് പോകാൻ ഇടയായിട്ടില്ല. എല്ലാ ഇടങ്ങളിലും തടസ്സമാണ്. ഒരു ജോലിക്ക് പോകും, കുറച്ചു നാള് പോകും, വീണ്ടും മറ്റൊന്ന് തേടി പോകും. ഇങ്ങനെ ലക്ഷ്യമില്ലാതെ അലയുന്ന ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആ കാലഘട്ടത്തില് ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന അതൊരു വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഒന്നിലും ഒരു മേൽക്കൊയ്മയിലേക്ക് വരാനായിട്ട്, അല്ലെങ്കിൽ അടുത്തൊരു ലെവലിലേക്ക് വരാനായിട്ട്, ഇപ്പോ മേശിരിപ്പണിക്ക് പോവുകയാണെങ്കിൽ കയ്യാളിൽ നിന്നുള്ള പദവിയിൽ നിന്ന് അതിന്റെ അടുത്ത പദവിയിലേക്കില്ല. തട്ടിന്റെ പണിക്ക് പോയി, ഇങ്ങനെ പല പണികൾക്കും പോയി. ഒടുവിലായിട്ട് പിന്നെ ഞാൻ പോകുന്നത് ഇലക്ട്രിസിറ്റിയില് ഈ പോസ്റ്റൊക്കെ നിർത്തുന്ന പണിക്കാണ്. ഇതുപോലെ എല്ലാ തലങ്ങളിലും ഒരു താഴ്ചയുടെ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടാകുവാനിടയായിട്ട്. കുറെ കാലം കഴിഞ്ഞു. യൗവന പ്രായത്തിലേക്കൊക്കെ എത്തി, ഒരു 17-18 വയസ്സ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മറ്റൊരു തലത്തിലുള്ള പ്രശ്നമാണ് പിന്നീട് എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത അനുഭവം. സമാധാനമില്ലാതെ, അതിന് ഞാൻ വരുത്തി വെക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ചിലപ്പോഴൊക്കെ അതിന് നിദാനമായി തീരുന്നത്. പക്ഷേ എന്നാലും എൻ്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത അനുഭവിക്കാൻ കഴിയാതെ, സമാധാനം അനുഭവിക്കാൻ കഴിയാതെ ഇങ്ങനെ
ഒരു മുമ്പോട്ട് പോകുന്ന ഒരു അനുഭവമായി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനി ഇതിനൊരു പോംവഴി എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ അന്ന് അറിഞ്ഞിരുന്ന ദൈവങ്ങളെന്ന് അന്ന് ഞാൻ അറിഞ്ഞിരുന്നതിനെ സേവിക്കുന്ന രീതി പോരാ, കുറെ കൂടെ ഭക്തിയായിട്ട് ജീവിക്കണം എന്ന ഒരു ചിന്തയാണ് എന്നെ ഭരിക്കാൻ തക്കവണ്ണം ഇടയാക്കുക. അതിന്റെ വെളിച്ചത്തില് പ്രധാനമായിട്ട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന, സ്ഥിരം സന്ദർശിക്കുന്ന അനുഭവം, സൂര്യ നമസ്കാരം, മറ്റ് അത് വ്രതങ്ങൾ, ഇങ്ങനെ പലതുമൊക്കെ എടുക്കുന്ന ഒരു കൂടുതൽ, ഞാൻ വിചാരിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരാൻ, ഒരു വിജയത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ ഇതാണ് ഇനി മാർഗമെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഭക്തിയുടെ മാർഗം തിരഞ്ഞെടുക്കാനിടയാണ്. അങ്ങനെ ഞങ്ങൾക്ക് കുടുംബക്ഷേത്രമുണ്ട്. അവിടെ ചില കാര്യങ്ങൾ, അവിടെ വിളക്ക് വയ്ക്കുന്നത്, മറ്റു ചില കാര്യങ്ങളൊക്കെ പലയാവർത്തിയും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ പോരാഞ്ഞിട്ട് എൻ്റെ ഭവനത്തിൽ തന്നെ ഒരു പൂജാ റൂം, എൻ്റെ മുറി തന്നെ ഒരു പൂജാമുറിയായിട്ട് ഞാൻ മാറ്റാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എനിക്കൊരു വലിയ നിർബന്ധം ആ സമയത്തുണ്ടായിരുന്നത്, ഞാനൊരു തൂക്കുവിളക്കൊക്കെ വാങ്ങിച്ച് എൻ്റെ റൂമിൽ തൂക്കിയിടാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിലിങ്ങനെയാണ്, ഞാൻ രാവിലെ പോകുമ്പോൾ എണ്ണ ഒഴിച്ചു വെച്ചിട്ട് പോയാൽ അത് വൈകിട്ട് വരുമ്പോഴും കത്തിക്കൊണ്ടിരിക്കും. വൈകിട്ട് എണ്ണ ഒഴിച്ചു വയ്ക്കും. ഒരിക്കലും ആ വിളക്ക് അണയാനായിട്ട് ഞാൻ അനുവദിച്ചില്ല. പിന്നെ പല ക്ഷേത്രങ്ങളും സ്ഥിരമായി സന്ദർശിക്കുന്നതായ അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നു. ഇതെല്ലാം എന്തിനു ചെയ്യുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ, ഒന്നിലും ഒരു വിജയം കാണാൻ കഴിയാതെ എല്ലാത്തിലും പരാജയവും, എൻ്റെ നിമിത്തം എൻ്റെ ഭവനക്കാർക്കും ഒരു സമാധാനമില്ലാത്തതായ ഒരു അന്തരീക്ഷം, അനുഭവങ്ങൾ അത് സൃഷ്ടിക്കപ്പെടുന്നു. ഞാനിതൊന്നും ശരിക്കു പറഞ്ഞാൽ മനസ്സോടെ ആരെയും അങ്ങനെ ദ്രോഹിക്കണമെന്നോ അങ്ങനെ മനസ്സോടെ വാസ്തവത്തിൽ ചെയ്യുന്ന ഒരു സ്വഭാവമല്ല എൻ്റെ സ്വഭാവം. അങ്ങനെ ആരെയും മനസ്സോടെ ഉപദ്രവിക്കുന്നതോ ഒരു സ്വഭാവമല്ല. പക്ഷേ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അകപ്പെട്ടു പോകുന്ന ഒരു അനുഭവം. അങ്ങനെ എനിക്ക് സമാധാനമില്ലാതെ ഞാനിങ്ങനെ ആയിരിക്കുമ്പോൾ, ഒരു വേളയിൽ വാസ്തവമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് എല്ലാ മാസത്തിലും മലയാള മാസം 1-ാം തീയതി കുമാരകോവില്, തമിഴ്നാട്ടിലെ നിർമാല്യം തൊഴുക, അതൊരു ചിട്ടയാണ് എൻ്റെ. മലയാള മാസത്തിൽ തലേ ദിവസമേ ഇവിടെ നിന്ന് കടന്നുപോയി അവിടെ അന്ന് നൈറ്റ് അവിടെ താമസിച്ച് പ്രഭാതത്തിൽ 4 മണിക്ക്, അത് 4 മണിക്ക് മുമ്പേ എഴുന്നേൽക്കിൽ, 4 മണിക്കാണ് അവിടെ നട തുറക്കുന്നത് നിർമാല്യം തൊഴാനായിട്ട്. അങ്ങനെ ഇതെല്ലാം ഞാൻ എന്തിനു ചെയ്യുന്നുവെന്ന് കേട്ട് കഴിഞ്ഞാൽ, എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. ഒരു സമാധാനം വേണം. ആ സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ ഭക്തിയുടെ മാർഗം തിരഞ്ഞെടുക്കാനും അതിനെ മുറുകെ പിടിക്കാനും ഇടയായി തീർന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന, ഞാൻ സാക്ഷ്യം പറയുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യം ഇതാണ്. ഞാന് കുമാരകോവിലൊരിക്കൽ ആയിരിക്കുന്ന സമയത്ത് ഒട്ടും സമാധാനമില്ല. എൻ്റെ ഹൃദയം കലങ്ങി മറിയുന്ന അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ഒട്ടും സമാധാനമില്ലാതിരിക്കുന്ന, പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന, എല്ലാം പരാജയം. ഞാൻ അവിടെ വെച്ചൊരു തീരുമാനമെടുത്തു. ഞാൻ എടുത്ത തീരുമാനം എങ്ങനെയാണ്? ഞാൻ അന്ന് എടുത്ത തീരുമാനം, ഞാനിനി വിവാഹമൊന്നും കഴിയാതെ ഒരു സന്യാസിയായിട്ട് ഞാൻ ജീവിച്ചു കൊള്ളാം. പക്ഷേ എൻ്റെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണം, എനിക്കൊരു സമാധാനം വേണം, ഞാൻ അങ്ങനെ ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ അവിടെ വെച്ച് തീരുമാനമെടുത്ത് മടങ്ങി വരാനിടയായി. പക്ഷെ മടങ്ങി വന്നപ്പോഴാണെങ്കിൽ എല്ലാം ഞാൻ പ്രതീക്ഷിച്ചിരുന്ന നിലകളിലല്ല, എല്ലാം പരാജയത്തിന്റെ അനുഭവങ്ങളിലായി തീരാൻ തക്കവണ്ണം ഇടയായിക്കുക. എല്ലാ നഷ്ടങ്ങളും. ഒടുവിൽ ഇതിനിടയ്ക്ക് വെച്ച് തന്നെ കൂട്ടുകാരുമൊത്ത് മദ്യപിക്കുന്ന അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പല വേളകളിലും. അതൊന്നും സ്ഥിരമായിട്ട് അങ്ങനെ ഒരു അനുഭവത്തിലല്ല, പക്ഷേ എങ്കിലും കൂട്ടുകാരുമൊത്ത് ഒരു സമാധാനത്തിന് വേണ്ടി എന്നാണ് ഈ പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയത്. പക്ഷേ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ പരാജയത്തിന്റെ കാരണങ്ങളായിട്ട് മാറി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അതേ സമാധാനമില്ല, ഇനി എന്ത് ചെയ്യണം? നാട്ടിൽ നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ ചിന്തിച്ചു, എവിടെയെങ്കിലും നാട് വിട്ടു പോകാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു വേളയില് വീട്ടുകാരോട് പറഞ്ഞു, 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് അതേ വീട്ടിൽ നിന്ന് ഇറങ്ങുവാനിടയായി.
പക്ഷേ അവിടെയൊക്കെ ഞാൻ പിന്നീടാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യം. അവിടെ എനിക്ക് ചെന്നിട്ട് തിരുവനന്തപുരം വിട്ടുപോയി, എറണാകുളത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഒരു ഭയങ്കരമായ ഭീതി. എനിക്കവിടെ ആരുമില്ല. പക്ഷെ എന്തെങ്കിലും തൊഴിൽ കണ്ടുപിടിച്ച് അങ്ങനെ എവിടെയെങ്കിലും പോയി ഇതെല്ലാം ഈ ബന്ധങ്ങളെല്ലാം വിട്ടിട്ട് ജീവിക്കാൻ ഒരു സമാധാനം കിട്ടും എന്ന അവസ്ഥയിലേക്കാണ് പോയത്. പക്ഷേ അവിടെ എനിക്ക് ചെന്നപ്പോൾ അതിനേക്കാൾ ഒരു എന്നെ ഭയപ്പെടുത്തുന്ന, ഞാൻ സ്വപ്നത്തിൽ ഭയപ്പെട്ടതുപോലെ ഭയപ്പെടുത്തുന്ന അതേ പ്രതികരണമാണ് എനിക്ക് അവിടെ ഉണ്ടാകുവാനും ഞാൻ തിരികെ വന്നിട്ട് വാസ്തവമായിട്ട് എൻ്റെ അച്ഛന്റെ കുടുംബ വീട് ഞങ്ങൾ പാർക്കുന്നതിന് തൊട്ടടുത്താണ്. ഭാർഗവി നിലയം എന്നാണ് ആ വീടിന്റെ പേര്. ആ വീട് അന്ന് എല്ലാ ദിവസവും അവിടെ ആളുണ്ടായിരിക്കത്തില്ല. എൻ്റെ ഏറ്റവും ഇളയ കൊച്ചിച്ചനാണ്, അച്ഛന്റെ ഏറ്റവും ഇളയ ആളാണ് അവിടെ താമസിക്കുന്നത്. ഞാൻ ആ വീട്ടിന്റെ തട്ടിന്റെ മുകളിൽ കയറിയിരുന്നു. 2-3 ദിവസം കഴിഞ്ഞിട്ടേ വീട്ടിൽ വരൂ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിന്റെ മുകളിൽ കയറിയിരുന്നു. പക്ഷെ ആ മുകളിൽ കയറിയിരിക്കുമ്പോൾ എല്ലാം തകർന്ന ഒരു അനുഭവത്തിലിരിക്കുമ്പോൾ ഞാന് യേശുവേ എന്ന് വിളിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. യേശുവേ എന്ന് ഞാൻ വിളിക്കാൻ ഇടയായിത്തീർന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, എന്നെ സ്വാധീനിച്ച ഒരു കാര്യം PG വർഗീസിന്റെ പ്രാർത്ഥനയുടെ താക്കോൽ എന്ന് പറയുന്ന ഒരു ബുക്ക് എനിക്ക് എവിടെ നിന്നോ ലഭിച്ചു. അതെന്നെ അല്പമായി ഒന്ന് സ്വാധീനിച്ചു. പക്ഷെ എങ്കിലും ഈ മാർഗത്തോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറയുന്നതിന്റെ സാരം എന്ന് പറയുന്നത്, ഞാനതിന് കുറച്ച് മുമ്പ് വരെ ഞാൻ ചെയ്യുന്ന ഞങ്ങളുടെ ദേശത്ത് ഒരു വീട്ടിൽ വെച്ച് മാത്രം, ഒരു ഹൗസ് ചർച്ച് മാത്രമേ ആ പ്രദേശത്തുള്ളൂ. ബാക്കി എല്ലാവരും ഹൈന്ദവർ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ്. തിരുവല്ലത്ത് കരിമമെന്നും അതുപോലെ ഈ നിരപ്പിലെന്നും അതുപോലെ പുഞ്ചക്കരി എന്നൊക്കെ പറയുന്നതെല്ലാം കൊച്ചു കൊച്ചു സ്ഥലങ്ങളാണ്. ഈ പ്രദേശങ്ങളെല്ലാം മുഴുവൻ ഹിന്ദുക്കളാണ്. വളരെ ചുരുക്കം ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ. പെന്തക്കോസ്ത് ആരാധനയായിട്ടുള്ളത് ഒരു ഭവനത്തിൽ വെച്ച് നടക്കുന്ന ഒരു കൂട്ടായ്മ മാത്രമാണ്. ഞാൻ പലപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഭവനത്തിൽ ആരാധന നടക്കുന്ന സമയത്ത് തൊട്ടടുത്ത് എൻ്റെ ഒരു ബന്ധുവിന്റെ വീടുണ്ട്. ഞാൻ അവിടെ ചെല്ലുകയാണെങ്കിൽ അവിടെ അവിടെ എല്ലാ വ്യാഴാഴ്ച തോറുമാണ് പ്രാർത്ഥന നടക്കുന്നത്. അവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ ഇപ്പുറത്തിരുന്നുകൊണ്ട്, തൊട്ടടുത്തിരുന്നു കൊണ്ട് ഉച്ചത്തിൽ ഞാൻ അന്ന് എന്തിനെയാണോ സേവിച്ചു കൊണ്ടിരുന്നത് അതിനെ സ്തുതിച്ചുള്ള പാട്ടുകൾ ഇവിടെ ഇരുന്ന് അവരെക്കാൾ ഉച്ചത്തിൽ ഞാൻ അങ്ങനെ പാടുമായിരുന്നു. എനിക്കൊട്ടും അതിനോട് യോജിക്കാനോ ഇഷ്ടമില്ലാത്തതിനെ പ്രകടമാക്കുന്ന ഒരു കാര്യമായിരുന്നു ഇഷ്ടമില്ല എന്നുള്ളത്. അങ്ങനെയാണ് എൻ്റെ അനുഭവമായിരുന്നത്. പക്ഷേ ഈ തകർന്ന അനുഭവത്തിൽ ഞാൻ കുമാരകോവിൽ പോയി അവിടെ ഒരു ഇതുപോലെ തീരുമാനമെടുത്തിട്ടും എൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരാതെ സമാധാനമില്ലാതിരുന്നപ്പോൾ യേശുവിനെ ഞാൻ വിളിക്കാനിടയായി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അന്നും ഒരു മറുപടിയോ ഒന്നും ഉണ്ടായില്ല. ആ തട്ടിന്റെ മുകളിലിരുന്ന് ഇതൊക്കെ ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസമോ മറുപടിയോ ഒന്നും ഉണ്ടായില്ല. ആളുകൾ ചിലത് കടന്നുപോയ സമയത്ത് ഞാൻ രക്ഷയിലേക്ക് വരുന്ന അനുഭവം അങ്ങനെയാണ്. എന്നോട് പലരും അതിനു മുമ്പ് എൻ്റെ ഒരു ആന്റി കാഞ്ഞിരംകുളത്ത് താമസിക്കുന്ന എൻ്റെ അമ്മയുടെ സഹോദരന്റെ ഭാര്യയാണ്. അവര് ഈ രക്ഷയിലേക്ക് കടന്നു വരാൻ നേരത്തെ കുറച്ചു മുമ്പേ കടന്നു വന്നിട്ടുണ്ട്. അവരെന്നോട് പലപ്പോഴും സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സുവിശേഷം പറഞ്ഞപ്പോഴെല്ലാം അവരെ മടക്കി, ശരിക്കും പറഞ്ഞാൽ അവർക്ക് അത് പറഞ്ഞു പൂർത്തീകരിക്കാൻ കഴിയാതെ അവർ പലപ്പോഴും പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്: യേശു പറഞ്ഞിട്ടുണ്ടല്ലോ അവനവന്റെ രക്ഷ. എനിക്കറിയത്തില്ലായിരുന്നു സത്യം. പക്ഷെ അവർക്കും തിരിച്ചെന്നോട് അതങ്ങനെ അല്ലെന്ന് പറഞ്ഞു തരാൻ അറിയത്തില്ലായിരുന്നു. അവരെന്നോട് യേശുവിനെ കുറിച്ച് സുവിശേഷം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവനവന്റെ രക്ഷ അവനവനെ രക്ഷിക്കും എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കും എന്ന നിലയിൽ ഞാൻ പറയാനിടയായി. പക്ഷെ ഞാൻ പിന്നീട് ബൈബിൾ പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, അവനവന്റെ വിശ്വാസം അവനവനെ രക്ഷിക്കുമെന്നല്ല. യേശുവിൽ വിശ്വസിച്ച ഒരു സ്ത്രീയോടാണ് പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന്. പിന്നീടാണ് ആ വാസ്തവത്തിൽ എനിക്ക് ആ സത്യം മനസ്സിലാക്കാനിടയായി. ആരും സുവിശേഷം പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല. അങ്ങനെ ഒരു അനുഭവത്തിൽ അധികം പേരൊന്നും എന്നോട് സുവിശേഷം പറഞ്ഞിട്ടില്ല, പങ്കുവച്ചിട്ടില്ല. ആകെ കൂടെ ഞാൻ ഓർക്കുന്നത് ഈ ആന്റി എന്നോട് സുവിശേഷം പറഞ്ഞതാണ്. പക്ഷേ നാളുകൾ കടന്നുപോയി. ഈ സമാധാനമില്ലാതെ ഇരിക്കുന്ന അനുഭവത്തില് ഞങ്ങളുടെ നിരപ്പിലെന്ന് പറയുന്നത് തന്നെ
ഒരു കുറെ സ്ഥലം ഇങ്ങനെ ആ, ആൾപ്പാർപ്പൊന്നും ഇല്ലാതെ വിജനമായിട്ട് കിടക്കുകയാണ്. കളിക്കാനൊക്കെ ഗ്രൗണ്ടായിട്ട് കിടക്കുകയാണ്. ഒരു കേസിൽ കിടന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോഴവിടെ ചില വീടുകളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയാണ് ഞങ്ങള് ഒത്തുകൂടി, കൂട്ടുകാരെല്ലാം ഒത്തുകൂടി കളിക്കുന്നതായ സ്ഥലം. അങ്ങനെ ആ കളിക്കുന്ന സ്ഥലത്ത് അവരുമായിട്ട് ഒരു വൈകുന്നേരത്ത് ഞാൻ കളിച്ചോണ്ട് നിൽക്കുകയാണ്. കളിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് കളിച്ച് വളരെ വിയർത്ത് ഞാൻ വേഗത്തിൽ എൻ്റെ ശരീരപ്രകൃതം വേഗത്തിൽ കുറച്ച് അധ്വാനിച്ചാൽ മതി, വേഗത്തിൽ വിയർക്കും. അതാണ് എൻ്റെ പ്രകൃതം. അങ്ങനെ ഈ കളിച്ച് വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ് ആ ഒരു അനുഭവം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരമ്മയും ഒരു മകനും അതുവഴി കടന്നു പോകാനിടയാണ്. ഞാൻ അവരോട് ചോദിച്ചു, വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ട്. ആ കൂട്ടായ്മ അവിടെ നടക്കുമ്പോൾ ഞാൻ തൊട്ടടുത്ത വീട്ടിൽ പോവുകയാണെങ്കിൽ എൻ്റെ പ്രതികരണം അവരെ ആ ആരാധനയെ ഒരു എന്താ അതിനെ ഒന്ന് കുറച്ചു കാണുന്ന, അല്ലെങ്കിൽ അതിനെ ഒന്ന് അലങ്കോലമാക്കുന്ന ഒരു രീതിയാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇവരോട് ഞാൻ അങ്ങോട്ട് ചോദിക്കുക, വാസ്തവത്തിൽ ദൈവമാണ് ആ സമയം എന്നെ പൂർണ്ണമായി കൺട്രോൾ ചെയ്തതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു? അപ്പോൾ ആ അമ്മ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോവുകയാണ്. അമ്മയും മകനുമായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും കൂടെ വരട്ടോ എന്ന് കേട്ടു. ഇന്നലെ വരെയും ഞാൻ ചെയ്തുകൊണ്ടിരുന്നതിന് വ്യത്യസ്തമായ ഒരു പ്രവൃത്തി ദൈവം എന്നെ അപ്പോൾ പൂർണ്ണമായി കൺട്രോൾ ചെയ്യുകയായിരുന്നു. അത് എന്നെ സ്നേഹിച്ചത് കൊണ്ട് എനിക്കത് പിന്നീടാണ് മനസ്സിലാകാനിടയായത്. അപ്പൊ അവര് പറഞ്ഞു കൂടെ വരാൻ പറഞ്ഞു. ആ മുഷിഞ്ഞ വേഷത്തിൽ ആ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു വേഷയും ഒരു ഉടുപ്പും എല്ലാം വേർത്ത് നിൽക്കുക. ആ വേഷത്തിൽ തന്നെ അവരോടൊപ്പം ഞാൻ ഇറങ്ങി അവരോട് കൂടെ പോകാനിടയായി. ഞാൻ ദൈവമാണ് എന്നെ അവിടെ കൊണ്ടുപോയതെന്നതിന്റെ മറ്റൊരു തെളിവെന്ന് പറയുന്നത്, ആ മാതാവ് ഇന്ന് ലോകത്തിലില്ല. അവര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരുടെ മകൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. സുധാകരൻ എന്നാണ് ആ മകന്റെ പേര്. എന്നാൽ ഞാൻ പറയുന്നതിന്റെ സാരം, ദൈവമാണ് എന്നെ അവിടെ കൊണ്ടുപോയത് എന്ന് പൂർണ്ണമായി തിരിച്ചറിയാനുള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ. ഒന്ന്, ആ ആരാധനയ്ക്ക് പിന്നത്തേതിൽ അവർ വന്നിട്ടില്ല. എന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായി ദൈവം ഒരു മുഖാന്തരമായിട്ട് അവരെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് ഞാൻ പിന്നത്തേതിൽ മനസ്സിലാക്കി. അവരോടൊപ്പം ഞാൻ ആ ആരാധന സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലാനിടയായി. ആരാധന സ്ഥലത്തേക്ക് അവരോടൊപ്പം ഇറങ്ങിച്ചെന്നപ്പോൾ അവിടെ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവരൊരുങ്ങിയിരിക്കുമ്പോൾ എല്ലാവർക്കും എന്നെ അറിയാം. എല്ലാവരും ഇത് പ്രാർത്ഥനയ്ക്ക് വന്നതാണെന്ന് മനസ്സിലായിട്ട് കയറിയിരിക്കുക. ഈ മുഷിഞ്ഞ് വേർത്ത്, ശരിക്കു പറഞ്ഞാൽ എന്റെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരുന്ന ഒരു അവസ്ഥയിൽ അവരവരുടെ ഇടയിൽ എന്നെ ഇരുത്താനിടയായി. പ്രാർത്ഥന 8:30 കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന തീരാനിടയായി. പക്ഷെ അവിടെ പാടിയതോ അവിടെ പ്രാർത്ഥിച്ചതോ അവിടെ പ്രസംഗിച്ചതൊന്നും എനിക്കിന്ന് ഓർമ്മയിലില്ല. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു. ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ എൻ്റെ ഹൃദയം ഭയങ്കരമായൊരു സന്തോഷം കൊണ്ട് കർത്താവ് നിറയ്ക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എനിക്കിന്ന് വിവരിക്കാൻ അത് കഴിയത്തില്ല. ഭയങ്കരമായൊരു സന്തോഷം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് നൽകാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അത് പിന്നത്തേതിലാണ് ഞാൻ ദൈവവചനം വായിക്കുമ്പോൾ 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്ന ഒരു ഭാഗം എന്നെ ശ്രദ്ധയിൽപ്പെടുത്തി. അവിടെ പറയുന്നത്, പറഞ്ഞു തീരാത്ത സന്തോഷം. ദൈവത്തിന് നമുക്ക് തരാൻ കഴിയുന്ന ഒന്നാണ് സന്തോഷം. അത് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ആ ഒരു അലയടിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ഞാനത് വ്യക്തമായി ഇന്നും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ സന്തോഷം കടലിൽ ഇങ്ങനെ തിര അടിക്കുന്നത് പോലെ. ഇന്നലെ വരെ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതിരുന്ന എൻ്റെ ജീവിതത്തിൽ ഈ സന്തോഷം ഈ അലയടിക്കുന്നത് പോലെ, ഒന്നിനു പുറകെ ഒന്നെന്ന പോലെ, എനിക്കറിയില്ല, സന്തോഷം കൊണ്ട് ഞാൻ നിറയുക. സന്തോഷം കൊണ്ട് ആ സമാധാനം ഞാൻ അനുഭവിക്കുക. ഏറെ നാളുകൾ എനിക്ക് കിട്ടാതിരുന്ന സമാധാനം കൊണ്ട് ഞാൻ സമാധാനം അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു.
ഈ സമാധാനം അനുഭവിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, എല്ലാ വ്യാഴാഴ്ചയുമാണ് ആ സ്ഥലത്ത് പ്രാർത്ഥന നടക്കാറുള്ളത്. ഞായറാഴ്ച തോറും അവിടെയുള്ളവരെല്ലാം കോവളത്ത് ഒരു ചർച്ചിലാണ് കടന്നു പോകുന്നത്. എന്നാൽ ഈ വ്യാഴാഴ്ച, അടുത്ത വ്യാഴാഴ്ചയായപ്പോൾ ശരിക്കു പറഞ്ഞാൽ എനിക്ക് ഈ സന്തോഷം കൊണ്ട്, ആ സന്തോഷം അപ്പോഴും എൻ്റെ ഹൃദയത്തെ ഇങ്ങനെ ഭയങ്കരമായി നിറയ്ക്കുക. ഈ സന്തോഷം കൊണ്ട് വാസ്തവത്തിൽ എല്ലാവരും അവിടെ ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പേ ഞാൻ അവിടെ ആരാധനയ്ക്ക് ചെല്ലാൻ തക്കവണ്ണം ഇടയായില്ല. അതിങ്ങനെ ഒരാഴ്ചയല്ല, രണ്ടാഴ്ചയല്ല, അതിങ്ങനെ തുടർമാനമായിട്ട് എല്ലാവരും എത്തുന്നതിന് മുമ്പേ ഞാൻ അവിടെ എത്തും. എനിക്ക് അത്രയ്ക്ക് സന്തോഷം ആ കൂട്ടായ്മയിലേക്ക് പോകാൻ ദൈവം ചെയ്ത ആ പ്രവൃത്തിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം ഞാൻ കരയറ്റുകയാണ് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിപ്പാൻ, അതുവരെ എനിക്ക് മറ്റൊരു സ്ഥലത്തുനിന്നും എൻ്റെ ഭക്തിമാർഗം കൊണ്ടോ, എൻ്റെ ക്ഷേത്ര സന്ദർശനം കൊണ്ടോ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചത് കൊണ്ടോ, മറ്റ് പല വ്രതങ്ങൾ ഇതൊക്കെ അനുഷ്ഠിച്ചത് കൊണ്ടോ ഒന്നും ലഭിക്കാത്ത വലിയ സന്തോഷം എനിക്ക് കർത്താവ് നൽകാൻ തക്കവണ്ണം ഇടയായി തീർന്നു. തുടർന്ന് മുമ്പോട്ട് പോകുമ്പോൾ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടായി. കാരണം കുടുംബക്ഷേത്രമുണ്ട്. എൻ്റെ അച്ഛൻ്റെ സഹോദരങ്ങളൊക്കെയാണ് ആ ക്ഷേത്രം നടത്തുന്നത്. അന്ന് ക്ഷേത്രമായിട്ട് ഒരു കാവായിട്ടാണ് അന്നായിരുന്നത്. ഇപ്പോൾ അത് ക്ഷേത്രമായിട്ട് പണിയാൻ തക്കവണ്ണം ഇവിടെ നിരപ്പിൽ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ ഈ അവസ്ഥയിലേക്ക് മുമ്പോട്ട് പോയപ്പോൾ എൻ്റെ വീട്ടുകാരും ആദ്യം ചിന്തിച്ചത് അങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ, വ്യത്യാസപ്പെടട്ടെ എന്നാണ് അവരാദ്യമായി ചിന്തിച്ചത്. എന്നാൽ എൻ്റെ ആത്മീയ അനുഭവത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും പ്രതിസന്ധികളൊക്കെ കടന്നു വന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ സ്നാനപ്പെടാനായിട്ട് തീരുമാനമെടുത്തു. ഞാൻ വീട്ടിൽ വന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു അതിന് പറ്റത്തില്ല, സ്നാനപ്പെടാൻ പറ്റത്തില്ല. കാരണം അവർ എന്നെക്കുറിച്ച് പ്രതീക്ഷിക്കുന്ന മറ്റു പല കാര്യങ്ങളുണ്ട്, അതൊന്നും നടക്കത്തില്ല എന്നൊരു ചിന്തയില് അതിനെ വിലക്കാനിടയായി. ഞാൻ സ്നാനപ്പെടും എന്ന് ഉറച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സ്നാനപ്പെട്ടാലും മീശ എടുക്കാൻ പാടില്ല. അന്ന് ഇതൊന്നും, കാരണം ഓരോ ദൈവവചനങ്ങൾ കേൾക്കുമ്പോഴും എന്തൊക്കെ കർത്താവിന് വേണ്ടി സമർപ്പിക്കാമോ, ഏതൊക്കെ നിലകളിൽ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാമോ അതിനത്രയും ബില്ലിങ്ങാണ്. അങ്ങനെ ഒരു കാരണം കർത്താവ് തന്ന ആ വലിയ സന്തോഷം, ആ സമാധാനം അത്ര വിലപ്പെട്ടതായിരുന്നു എൻ്റെ ജീവിതത്തിൽ. എന്നാൽ അപ്പോ അവര് പറഞ്ഞു, എൻ്റെ അമ്മ തന്നെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മീശ എടുക്കാൻ പാടില്ല. പക്ഷേ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ കർത്താവിന് ഞാൻ എന്ത് കർത്താവിന് വേണ്ടി ചെയ്യണം എന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ഇടപെടുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ ചെയ്ത് പ്രധാനപ്പെട്ട് കർത്താവിനെ അറിയുവാനും കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക് കടന്നു പോകാൻ തക്കവണ്ണം ഇടയായി. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് സഭാരാധന കോവളത്താണ്, അവിടേക്ക് വരണമെന്ന് പറഞ്ഞു. പിന്നെ അതേ സ്വതം ഇവിടെയും അവിടെയും ആരാധനയ്ക്ക് കൂടുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം ഇടയായി. ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസം ഒരു കർത്താവിന്റെ ദാസൻ പണ്ടയിൽ വന്ന് ശുശ്രൂഷിക്കുകയാണ്. അദ്ദേഹം വന്ന് ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞതായ കാര്യങ്ങൾ നിരപ്പ് ആകുക എന്നുള്ളതിനെ കുറിച്ചുള്ള, പണമിരിക്കുന്നവരുമായിട്ട് നിരപ്പാകുക എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. എന്നെ അത് ഭയങ്കരമായി സ്വാധീനിച്ചു. ഞാൻ അന്ന് തന്നെ തീരുമാനമെടുത്തു എന്ന് പറഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ കൂമ്പാരം, അതെല്ലാം പലരെയും എന്നിൽ നിന്ന് അകറ്റുന്ന, എൻ്റെ കുടുംബത്തിൽ നിന്ന് അകറ്റുന്ന, ശത്രുത വരുത്തുന്ന കാര്യങ്ങളായിരുന്നു അവിടെ സംഭവിച്ചത് മുഴുവൻ. അങ്ങനെ പലരുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മമിത്രമെന്നുള്ള നിലയ്ക്ക് ഇടപെടാൻ കഴിയാത്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അന്ന് തീരുമാനമെടുത്തു, അവരോടെല്ലാം പോയി നിരപ്പാകണം, ദൈവം എന്നോട് ഇടപെടാൻ തക്കവണ്ണം ഇടയാണ്. ഞാൻ അങ്ങനെ അന്ന് തന്നെ അവിടുന്ന് തീരുമാനമെടുത്തുകൊണ്ട് കടന്നു വന്ന് എന്നാൽ പല ഭവനങ്ങളിലും പോകാൻ എനിക്ക് ഭയമാണ്. കാരണം കഴിഞ്ഞ നാളുകളില് പല വിഷയങ്ങളുമായിട്ട് വന്നപ്പോൾ വഴക്കുകൾ തന്നെയായി. എന്ന് പറഞ്ഞ് കത്തിയും ഒക്കെ എടുത്തുകൊണ്ട് വന്ന ആൾക്കാരാണ്. എന്നാൽ ഇവരോട് എങ്ങനെ പോയി നിരപ്പാകും? കർത്താവിനോട് തന്നെ പ്രാർത്ഥിച്ചു, ദൈവമേ അതേസമയം അവരുമായിട്ട് പിണങ്ങിയിരിക്കാൻ പാടില്ല, നിരപ്പാകണം. എങ്ങനെയാണ് കർത്താവ്
എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എനിക്കൊരു ബുദ്ധി നൽകി. കർത്താവ് എനിക്ക് തന്നൊരു ബുദ്ധി എന്ന് പറയുന്നത്, എൻ്റെ ഒരു അനുജൻ ഈ എനിക്ക് ശത്രുവായ ഇരിക്കുന്ന ഈ ഭവനവുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ കുടുംബവുമായിട്ട് വെട്ടോത്തിയൊക്കെ എടുത്ത് അങ്ങനെ ഭയങ്കരമായ വഴക്കുണ്ടായ ആ ഭവനവുമായിട്ടൊരു ബന്ധവും. ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഭവനത്തിലേക്ക് എനിക്കൊന്ന് പോകണം, നീയും കൂടെ വരണം. ഭയം ഒരു വിധത്തിൽ പറഞ്ഞാൽ അങ്ങനെ ദൈവം ഇടപെട്ടിട്ടും എനിക്ക് അവരോട് നേരിട്ട് സംസാരിക്കാം. ഞാൻ അത് പറയാനായിട്ടുള്ളൊരു കാരണമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചത് അവരെ ഭയപ്പെട്ടുകൊണ്ടാണ്. കർത്താവ് ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് ചെയ്യാൻ ഞാൻ ഭയപ്പെട്ടു. പക്ഷെ ഞാൻ അവനെ കൂട്ടി, ഞാൻ അപ്പോഴേ ട്രാക്റ്റുകൾ കൊടുക്കും, ഒക്കെ ചെയ്യും. അങ്ങനെ ട്രാക്റ്റുമായിട്ടാണ് അവരെ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ സംഭവിച്ചത്, ഞാനവിടെ ചെന്നവരുടെ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങി അവരുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ആ ഭവനത്തിലുള്ളവർ എൻ്റെ പേര് വിളിച്ച് എന്നെ അകത്തേക്ക് ക്ഷണിക്കാനില്ല. ഞാനപ്പോൾ അതിശയിച്ചു. ഞാൻ ചിന്തിച്ചത്, അവിടെ ചെല്ലുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് അവർ വഴക്കുണ്ടാക്കും, അവർ പ്രശ്നം ഉണ്ടാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. കർത്താവ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ചെയ്താൽ, കർത്താവ് ഇടപെട്ട് ചെയ്താൽ, അവിടെ ക്രമീകരിക്കേണ്ടത് കർത്താവ് തന്നെ ക്രമീകരിക്കും. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു പരീക്ഷയിലേക്ക് കർത്താവ് കടത്തത്തില്ല എന്നുള്ളത് എനിക്കന്ന് ബോധ്യമാകാൻ തക്കവണ്ണം ഇടയായിരിക്കും. എന്റെ ജീവിതത്തിൽ തുടർന്നു പോകുമ്പോഴെല്ലാം ഓരോ കാര്യങ്ങൾ, കാരണം എന്റെ ഭവനത്തിൽ ആരും വ്യക്തിയിലേക്ക് വന്നിട്ടില്ല. അവരെല്ലാവരും അപ്പോഴും ഹൈന്ദവ പശ്ചാത്തലത്തിൽ തന്നെ നിൽക്കുക. എന്റെ അമ്മ പ്രത്യേകിച്ചെന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും പൊങ്കാല നടക്കുന്ന സമയം, ഉത്സവം നടക്കുന്ന സമയത്താണ് പൊങ്കാലകൾ നടക്കുന്നത്. ഞങ്ങളുടെ ചുറ്റിലും എന്ന് പറയുന്നത് ഒത്തിരി ക്ഷേത്രങ്ങളാണ്. ആറ്റുകാൽ ക്ഷേത്രം, കൊഞ്ചിറോളം എന്ന് പറയുന്ന സ്ഥലത്തെ ക്ഷേത്രം, അതുപോലെ പടിഞ്ചിറ, ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം അവിടെ എല്ലാം ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങളിലും പൊങ്കാലകളും ഉത്സവങ്ങളും, ഉത്സവ സമയം വരുമ്പോൾ ഭയങ്കരമാണ്. എൻ്റെ അമ്മ എല്ലാ ഇടങ്ങളിലും ഈ പൊങ്കാല ഇടാനായിട്ട് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. കുഞ്ഞുനാളില് അവരോടൊപ്പം ഞാനും കടന്നു പോകുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ കുടുംബം, അത്ര ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ. അതുപോലെ എൻ്റെ അച്ഛൻ എല്ലാ ദിവസവും സൂര്യനെ നമസ്കരിക്കുന്ന ഒരു സ്വഭാവം. അങ്ങനെ ഒരു പശ്ചാത്തലമാണ് എൻ്റെ കുടുംബത്തിൽ. അതിൽ ഞാൻ മാത്രമാണ് ഇതിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഓരോ മുന്നോട്ട് പോകുന്ന അനുഭവങ്ങളിലും പല പ്രതിസന്ധികൾ കടന്നു വന്നു. എൻ്റെ വിവാഹം ഒക്കെ ആകുന്ന സമയം അപ്പോഴും എൻ്റെ ജീവിതത്തില് വലിയ പ്രതിസന്ധികൾ കടന്നു വന്നു. പക്ഷെ എങ്കിലും കർത്താവ് എല്ലാം അനുകൂലമാക്കി. ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ തന്നെ കർത്താവ് ആഗ്രഹിച്ച, അല്ലെങ്കിൽ കർത്താവിന്റെ ഹിതപ്രകാരം തന്നെ ഒരു വിവാഹം എനിക്ക് നടക്കാനെല്ലാം കർത്താവ് കൃപ ചെയ്തു. എൻ്റെ ഭവനക്കാര് കർത്താവ് അതിനെല്ലാം അനുകൂലമാണ്. ഒത്തിരി പ്രതിസന്ധികളൊക്കെ അതിനിടയ്ക്ക് കൊണ്ട്, മുറിവുറുപ്പുകൾക്ക്, അതേ മറ്റ് സംസാരങ്ങളും കളിയാക്കലുകളും ഇതെല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും ഇതിന്റെയൊക്കെ നടുവിൽ കർത്താവ് കൂടെ ഇരുന്ന്, കർത്താവ് അവിടെ ഒന്നും ഇടറിപ്പോകാൻ ഇടവരാതെ എനിക്കൊരു തക്ക തുണയെ തരാനായിട്ട് ഇടയാണ്. ഇതിന് കുറച്ച് മുമ്പ് തന്നെ, വിവാഹത്തിന് കുറച്ച് മുമ്പ് തന്നെ ഞാനിങ്ങനെ അപ്പോൾ ഞാൻ ചെയ്യുന്ന പണിയെന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയില് പോസ്റ്റൊക്കെ നാട്ടുന്ന, ലൈൻ വലിക്കുന്ന ആ ഒരു പണിക്കാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഈ സന്ദർഭവേളയിൽ ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ ചില പ്രതിസന്ധികൾ എൻ്റെ ജോലി വേളയിൽ സംഭവിക്കാനിടയാണ്. മരണകരമായ 2 അനുഭവങ്ങൾ എനിക്ക് കടന്നു വന്നു. മരണകരമായ അനുഭവം എന്ന് പറയുന്ന ഒന്ന്, ആറ്റുകാൽ ക്ഷേത്രത്തില് ഉത്സവം നടക്കുന്ന സമയമാണ്. ഉത്സവം നടക്കുന്ന സമയത്ത് എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും ഇലക്ട്രിസിറ്റിയിൽ പണിയുന്നവരുണ്ടെങ്കിൽ അവർക്കറിയാം, ഹൈ ടെൻഷൻ, അത്രയ്ക്ക് വൈദ്യുതി ചെലവാകുന്ന ഒരു സമയം. LP കമ്പികളെല്ലാം ട്രാൻസ്ഫോമറിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന കമ്പികളാണ്. പോസ്റ്റിലൂടെ വലിക്കുന്ന LP കമ്പികളെല്ലാം ആ ലോഡ് താങ്ങാൻ കഴിയാതെ ഉറയ്ക്കും ഒന്ന്. അങ്ങനെ ഒരു സന്ദർഭവേളയാണ്. അപ്പോൾ ആ സന്ദർഭവേളയിലാണ് തൊട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിനടുത്ത് ഇങ്കാരത്തോപ്പ് എന്ന് പറയുന്ന, ഇന്ന് MSK നഗർ എന്നൊക്കെയാണ് അറിയപ്പെടുന്ന ആ കോളനിക്ക് തൊട്ടടുത്തിരിക്കുന്ന ട്രാൻസ്ഫോമർ കേടാകാനിടയായി. അതിന്റെ ഓയിൽ ലീക്കായി, അത് മാറ്റിയേ പറ്റൂ. അങ്ങനെ ആ ട്രാൻസ്ഫോമർ വണ്ടിയിലേക്ക് കയറ്റുന്ന സമയം, അന്നെല്ലാം
ചാനൽ പാളം വെച്ചാണ് അതിലൂടെയാണ് നിറയ്ക്കുകയാണ് വണ്ടി കയറ്റുന്നത്. അങ്ങനെ കയറ്റുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടിയോളം അടുത്ത ട്രാൻസ്ഫോമർ തിരികെ വന്ന് ഫിൽപ്പ് ചെയ്ത്, ഓയിൽ ചോർച്ചയാണ്, ഫിൽപ്പ് ചെയ്ത് വന്ന് ഞാൻ വേറൊരാളുമാണ് ഏറ്റവും ബേക്കിൽ നിന്നത്. ഞാനൊരു പോസ്റ്റോട് ചേർന്ന് പോയി ഇത് വന്ന് അടിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ പെട്ടെന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ മരിച്ചു കാണുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ അത് വന്ന് വേഗത്തിൽ അടിച്ചപ്പോൾ എന്റെ ആഴമായ മുറിവ്, എന്റെ ഒരു ബോൾട്ട് തുരന്നു കയറി മരണകരമായ ഒരു അനുഭവമായിരുന്നു. അവിടെ നിന്ന് കർത്താവിനെ അടുത്ത മറ്റൊരു സമയത്ത് ഒരു പോസ്റ്റ് അത് ഇളക്കുന്ന സമയത്ത് പിടിച്ച് പോയി, പക്ഷേ പോസ്റ്റിനെക്കാളും താഴത്തിലേക്ക് കുഴിയെന്ന് പോയി. നമ്മൾ ശ്രദ്ധിച്ചില്ല. പോസ്റ്റ് അധികം താഴ്ച ഉണ്ടെന്ന് ചിന്തിച്ചു. അത് അധികം താഴ്ചയില്ലായിരുന്നു. ഈ പോസ്റ്റ് മറിഞ്ഞ് വരുവാൻ തക്കവണ്ണം ഇവിടെയായി, കുഴിയുടെ അകത്ത് ആയിപ്പോയി. അവിടെ നിന്നും കർത്താവ് അത്ഭുതകരമായി രക്ഷിക്കുവാനിടയായി. ഈ പ്രതിസന്ധികൾ കടന്നു വന്നപ്പോ അതേ സ്തോത്രം, ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കുവാനും അപ്പോൾ എനിക്ക് കർത്താവ് ഒരു നിയോഗം, കർത്താവ് പൂർണ്ണമായി കർത്താവിന്റെ വേല ചെയ്യാൻ ആ സന്ദർഭങ്ങളിലൊക്കെ എന്നാൽ ആവോളം, കാരണം എല്ലാ ദിവസങ്ങളിലും കർത്തുമായിട്ടുള്ള ബന്ധത്തിൽ അന്ന് പ്രാർത്ഥനകളുണ്ട്. കാരണം പല സഹോദരന്മാർക്കും ഇത്യാധികമാകുന്ന ബന്ധനത്തിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി സഭയായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കൊരു വിടുതലിന് വേണ്ടി, അങ്ങനെയും അതുപോലെ ബ്രാഞ്ച് പ്രവർത്തനങ്ങളുമായിട്ട് ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ഉള്ള ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിലെല്ലാം ജോലി കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ വേഗത്തിൽ ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. കർത്താവ് അത്ഭുതകരമായിട്ടാണ് വഴി നടത്തിക്കൊണ്ട് ഇരുന്ന ആ സന്ദർഭങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട് കർത്താവിന് വേണ്ടി ജോലി ഉപേക്ഷിച്ച് ഇറങ്ങുവാനായിട്ടുള്ള ഒരു നിയോഗം കർത്താവ് നൽകുവാനുള്ളതാണ്. എങ്ങനെ മുമ്പോട്ട് പോകും എനിക്കറിയത്തില്ല. കാരണം എന്റെ വീട്ടുകാരെ സഹായിക്കാനായിട്ട് മറ്റാരും സ്പോൺസേഴ്സോ ഒന്നുമില്ല. പക്ഷേ ദൈവം അത്ഭുതകരമായി തന്നെ ആ സന്ദർഭ വേളകളിലെല്ലാം നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ നാളുകൾ മുമ്പോട്ട് പോകുമ്പോഴാണ് എനിക്ക് വിവാഹം കഴിയുന്നത്. വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു സഭാ ചാർജ് ലഭിക്കാൻ, അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു സഭാ ചാർജ് ലഭിക്കുന്നത്. അതും പ്രാർത്ഥനയിലാണ് എല്ലാം എനിക്ക് ഉണ്ടാകുന്നത്. ഒരു കൊച്ചു പ്രവർത്തനമാണ്. അവിടെ 4 വർഷക്കാലം അവിടെ വിശുദ്ധിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപയാൽ അതെ സഹായിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പിന്നീട് ശിശുരയ്ക്ക് കടന്നു വരുന്നത് ട്രിവാൻഡ്രം പട്ടണത്ത് തന്നെയാണ്. വഴുതക്കാടെന്ന് പറയുന്ന സ്ഥലത്താണ് ശിശുരയിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ഓരോ സന്ദർഭങ്ങളിലും കർത്താവ് അതേസമയം കൂടെ ഇരുപ്പാൻ തക്കവണ്ണം ഇടയായി. ഈ വഴുതക്കാട് കടന്നു വരുമ്പോൾ ഒരു ദിവസം എനിക്ക് കർത്താവ് ഒരു വലിയ ഭാരം, മറ്റൊന്നുമല്ല, ഞാൻ രക്ഷയിലേക്ക് വന്നു. പക്ഷെ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, സഹോദരൻ ഇവരാരും ഇതുവരെയും രക്ഷയിലേക്ക് വന്നിട്ടില്ല. കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം ഇടയാണ്. ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: കർത്താവേ, ഞാൻ രക്ഷയിലേക്ക് വന്നു, അവർക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഈ സാക്ഷി പലരോടും പറയും. പലരും കുടുംബത്തിൽ നിന്ന് ഒരാളായിട്ട് ഒക്കെ കർത്താവിനെ അറിഞ്ഞു വന്നവരുണ്ട്, കുടുംബം രക്ഷയിലേക്ക് വരാത്തവർ. പക്ഷെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ദൈവമേ, ഞാൻ എന്താണ് ഇവർ രക്ഷയിലേക്ക് വരാൻ ഞാൻ ചെയ്യേണ്ടത്? കർത്താവ് എന്നോട് ഉടനെ ആവശ്യപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ അച്ഛന്റെ കുടുംബ പ്രോപ്പർട്ടിയിലാണ്, ഒരു സൈഡാണ് ക്ഷേത്രം ഇരിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ സ്ഥലത്ത് ഒരു ഷെഡ് വെച്ച് പ്രാർത്ഥന ആരംഭിക്കാനായിട്ട് കർത്താവ് ഒരു നിയോഗം തരാനിടയായി. സഹായിക്കാൻ വാസ്തവത്തിൽ ആരുമില്ല. പക്ഷേ ആ സന്ദർഭ വേളയിൽ കർത്താവ് തന്നെ വളരെ എല്ലാം പഴയ സാധനങ്ങൾ കൊണ്ടാണ് ഒരു ചെറിയ ഷെഡ് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ എപ്പോഴും സുവിശേഷം പറയും. അമ്മയോട് ഞാൻ സുവിശേഷം പറയുന്നത് വളരെ ക്ലോസ് ആയിട്ടാണ് സുവിശേഷം പറയുന്നത്. അമ്മയോട് ഞാൻ ചോദിക്കുന്നത് ദൈവം എത്രയുണ്ടെന്നാണ് അമ്മയോട് ചോദിക്കുന്നത്. അപ്പൊ അമ്മ പറയും ഒന്നേ ഉള്ളൂ. പക്ഷെ അമ്മ ചെയ്യുന്നതോ നേരെ തിരിച്ചാ. അങ്ങനെയാണ്. എന്നാൽ ക്ലോസ് ആയിട്ട് അമ്മയായോണ്ട് അമ്മയോട് ഞാൻ അങ്ങനെ സുവിശേഷം പറയും. പക്ഷെ ഞാൻ ഈ കാര്യം വന്ന് അമ്മയോട് പറഞ്ഞു: അമ്മ, ഞാനിവിടെ ഒരു പ്രാർത്ഥന തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ അമ്മ ഉടനെ തന്നെ പറഞ്ഞൊരു മറുപടി എന്നെ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തി.
കാരണം ഞാൻ അവർക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് ചോദിച്ചപ്പോൾ, കാരണം നമ്മൾ കാണാത്ത മുഖം ദൈവം കാണുന്നു. അവരുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്തിരുന്ന ഒരു താല്പര്യം. എൻ്റെ അമ്മ ഉടനെ പറഞ്ഞു, നീ പ്രാർത്ഥന തുടങ്ങുകയാണെങ്കിൽ ഞാൻ വരും. അതിന്റെ തൊട്ട് 2-3 മാസങ്ങൾക്ക് മുമ്പ് പൊങ്കാലയിടാൻ ആവേശം കാണിച്ചു പോയ അമ്മയാണ് എൻ്റെ അമ്മ. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിക്കാനിടയാണ്. അങ്ങനെ ഒരു പഴയ സാധനങ്ങളൊക്കെ വെച്ച് അവിടെ ഒരു പ്രാർത്ഥന ആരംഭിക്കാൻ തക്കവണ്ണം ഇടയായി. അമ്മ പറഞ്ഞതുപോലെ തന്നെ കടന്നു വരാനിടയായി. കർത്താവ് കൃപയാൽ അവരെ സന്ദർശിച്ചു. അതിനുശേഷം അച്ഛൻ കടന്നു വരാനിടയായി. സഹോദരങ്ങൾ, എൻ്റെ ഒരു അനുജൻ കൂടെയാണ് എൻ്റെ കുടുംബ വീട്ടിൽ താമസിക്കുന്നത്. അനുജനും അവര് കടന്നു വരാൻ തക്കവണ്ണം ഇടയായി. എൻ്റെ അനുജത്തി വിവാഹം കഴിച്ച് വവ്വാമുല എന്ന് പറയുന്ന ബംഗാളിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്, വിവാഹം കഴിച്ച് അയച്ചിട്ടുണ്ട്. എന്നാൽ ഇവര് ആ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. എന്നാൽ കൃപയാൽ അച്ഛനെയും അമ്മയെയും സ്നാനത്തിലേക്ക് നടത്താനും അവരെ സ്നാനപ്പെടുത്തിയതും ഞാനാണ്. സ്നാനപ്പെടുത്താനും ദൈവം കൃപ തരാനിടയായിത്തീരുന്നു. ഞാൻ ഇതിലൂടെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ സഹോദരങ്ങൾ രക്ഷയിലേക്ക് വരുന്നില്ല എന്നാരെങ്കിലും അത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അതിനെക്കുറിച്ച് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് ഉറപ്പു തരാം, കർത്താവിനോട് ചോദിക്കും. എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നത്, അവർക്ക് വേണ്ടി അവർ രക്ഷയിലേക്ക് വരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഞാൻ കർത്താവിനോട് ചോദിച്ചതായ കാര്യം. എന്നാൽ അതിന് കർത്താവ് തന്ന മറുപടി പോലെ ഞാൻ പ്രവർത്തിച്ചപ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. അവരുടെ ഹൃദയങ്ങളിൽ ഇടപെട്ടു. ഒരിക്കലും എൻ്റെ അമ്മയെക്കാളും ഭയങ്കരമാണ് അച്ഛൻ ഭയങ്കരമായ ഹൈന്ദവ പശ്ചാത്തലത്തെ അങ്ങ് മുറുകെ പിടിക്കുന്ന ഒരാളാണ്. കാരണം കുടുംബക്ഷേത്രമുണ്ട്. പാരമ്പര്യമായിട്ട് കൊടുത്തും കൊണ്ടാടിയും ഒക്കെയുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവമാണ് ഞങ്ങളുടെ അനുഭവം. എന്നാൽ ആ അനുഭവത്തിന്റെ നടുവിൽ നിന്ന് അച്ഛനെയും കർത്താവ് വിളിച്ച് വേർതിരിപ്പാനും സ്നാനപ്പെട്ട് അത് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം അവരെ വേർതിരിപ്പാൻ കർത്താവ് കൃപയാൽ സഹായിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അതേ സ്തോത്രം, ജീവിതത്തിൽ നിരവധിയായ മറ്റ് പല അത്ഭുതങ്ങളും എൻ്റെ ജീവിതത്തിൽ, ശരിക്കു പറഞ്ഞാൽ ഒരു ഭവനം അത് സ്വപ്നം മാത്രമായിരുന്നു, ഒരു ഭവനം പണിയുക എന്നുള്ളത്. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇത് രക്ഷയിലേക്ക് വന്നുവെങ്കിലും കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ട സമ്പത്തൊന്നും അവർ തന്നിട്ടില്ല. അത് അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. ഇത് നമ്മൾ അന്യാധീനപ്പെടുത്തുമെന്നാണോ എന്തോ എനിക്ക് അറിയത്തില്ല, വിട്ടിട്ട് പോകുമെന്നാണോ എന്ന് അറിയത്തില്ല. പക്ഷേ അങ്ങനെ ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് മറ്റ് സ്രോതസ്സുകളോ വരുമാനങ്ങളൊന്നും ഇല്ല. പിന്നീട് അവര് എഴുതിയൊക്കെ തന്നുവെങ്കിലും അതിലൊന്നും ഇത് വരുമാനമായിട്ടൊരു കാര്യം പറയാനായിട്ട്. പക്ഷേ കർത്താവ് അത്ഭുതകരമായി ഒരു മനോഹരമായ ഭവനം പണിയാനായിട്ട് കർത്താവ് കൃപ തന്നു. എല്ലാം എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളും കർത്താവിനെ അറിഞ്ഞത് കൊണ്ട് മാത്രം. എൻ്റെ പഴയ ജീവിതത്തിലാണ് ഞാൻ മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഇന്നും ഒരു തോൽവി മാത്രമുള്ള, ഒരു അസമാധാനം മാത്രമുള്ള, ശരിക്കു പറഞ്ഞാൽ ആ അനുഭവത്തിലാണ് ഞാൻ ഇന്ന് മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഏതെങ്കിലും ജയിലുകളിലായിരിക്കുക. കാരണം കൂട്ടുകാരുമായിട്ട് ചേരുമ്പോൾ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു അനുഭവമാണ് അത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്നാൽ പക്ഷേ കർത്താവിനെ കൃപയാൽ വിളിച്ച് വേർതിരിച്ചത് കൊണ്ട് കർത്താവ് ഇന്ന് തന്നെ ജയോത്സവമായി വഴി നടത്തുന്നു. ഇന്ന് ഇന്റർനാഷണൽ സിയോൺ അസംബ്ലി ട്രസ്റ്റ് ആൻഡ് സൊസൈറ്റി എന്ന യുടെ ഒരു സീനിയർ പാസ്റ്ററായിട്ടും അപ്പോൾ തന്നെ ഒരു നെല്ലിവിള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഭയുടെ ശുശ്രൂഷകനായിട്ട് കർത്താവിനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ജയോത്സവമായി കർത്താവ് ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ അനുഭവം. ഇനി ധാരാളം കാര്യങ്ങൾ മറ്റ് അനുഭവങ്ങളിലൂടെ പങ്കുവയ്ക്കാനായിട്ട്, ശരിക്കും പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കുടുംബ പശ്ചാത്തലമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ടുണ്ട്. എങ്കിലും ഞാൻ വാക്കുകൾക്ക് വിരാമം വിടുവാൻ താല്പര്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, പാസ്റ്ററിന് പറയാനുള്ള അനുഭവങ്ങളൊക്കെ പറയാം, ശുശ്രൂഷയിലും കുടുംബത്തിലുള്ളതൊക്കെ പറയാൻ പറ്റുന്നത് പറയാം. ഓക്കെ. കുടുംബജീവിതത്തില് ശരിക്കും പറഞ്ഞാൽ ശുശ്രൂഷയുടെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞല്ലോ,
ആ, ഇത് അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ശിശുടയ്ക്ക് കടന്നു പോകുമ്പോൾ അതെന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറി. ആ ആ സംഭവം എന്ന് പറഞ്ഞാൽ, എനിക്കന്ന് ചർച്ചിൽ വെള്ളിയാഴ്ച ആരാധനയ്ക്ക് പോകാനായിട്ട് തിരുവല്ലത്ത് നിന്ന് പേറുക്കട കഴിഞ്ഞ് വീണ്ടും പോണം അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്ത്. ആ അരുവിക്കര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത ഒരു അനുഭവം. എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ഒന്നര രൂപയാണ് എൻ്റെ കയ്യിൽ എനിക്ക് ഇപ്പോൾ ഓർക്കുന്നത്. അത് ഞാൻ പോകുമ്പോൾ ഒരാള്, അന്ന് അത്രയും മതി ചായയൊക്കെ കുടിക്കാൻ എന്നുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ കടന്നു പോകുമ്പോൾ ആരോ എന്നോട് അത് ചോദിച്ചപ്പോൾ ഞാനത് എടുത്തു കൊടുത്തു. കാരണം ഇതുകൊണ്ട് എനിക്ക് അങ്ങെത്താനും കഴിയത്തില്ല. ഞാൻ വാസ്തവത്തിൽ അവിടെ നിന്ന് നടക്കാനിടയായി. നടന്നെങ്കിലും പോണം എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കാനിടയായി. അന്ന് ദൈവം ചെയ്തൊരു കാര്യം, പേറുക്കട എത്തുന്ന സമയത്ത് എന്നെ അറിയുന്ന ഒരു വ്യക്തി, ഒരു സഹോദരനാണ്, രക്ഷയിലേക്ക് വന്ന ഒരു സഹോദരനാണ്. താനും ഫാമിലിയായിട്ട് തലേദിവസമേ ഒരു സ്ഥലത്ത് പോയിട്ട് അന്ന് രാത്രി, തലേദിവസം രാത്രി മടങ്ങി വരേണ്ടവരാണ് അവർ. പക്ഷേ എന്തോ ഒരു തടസ്സം നേരിട്ടു. അവർ പിറ്റേന്ന് വരാമെന്ന് അവർ തീരുമാനിച്ചു. ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ അവരെതിരെ വരികയാണ്. പേറുക്കട വരെ ഞാൻ നടന്നു. പേറുക്കട വരെ നടക്കുമ്പോൾ അവരിങ്ങനെ എതിരെ വരികയാണ്. എതിരെ വന്നപ്പോൾ അവർക്കെന്തോ തോന്നി ഈ നടന്നു പോകുന്നത് കണ്ടപ്പോൾ. അവർ എൻ്റെ കയ്യിൽ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവരെനിക്ക് 100 രൂപ, ഞാനിപ്പോൾ ഓർക്കുക. പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ അതിന് ശേഷം അങ്ങനെ അത്രയും ഒരു ശോഷിച്ച, സാമ്പത്തികമായി പിന്നോക്കം പോകുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടേയില്ല. അതെന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു ടെസ്റ്റ് പോലെയായിരുന്നു ആ ഒരു അനുഭവം. അന്ന് ഞാൻ ദൈവത്തെ ആരാധിക്കാൻ, ശുശ്രൂഷിക്കാനായിട്ട് പോകുമെന്നെടുത്ത ആ തീരുമാനം ദൈവം വാസ്തവമായിട്ട് മാനിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ അനുഭവങ്ങൾ കർത്താവ് അതേശ്വരം നൽകുവാൻ തക്കവണ്ണം ഇടയായി. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഒരു പരീക്ഷണം പോലെ, വഴുതയ്ക്കാട് ഞാനായിരിക്കുന്ന സമയത്താണ്. അപ്പോഴാണ് ഈ ഡെങ്കിപ്പനി വരുന്ന സമയമാണ്. ഡെങ്കിപ്പനി അന്ന് എല്ലാവരും പേടിച്ച് ഇരിക്കുന്ന ഒരു സന്ദർഭമാണ്. 2 കുഞ്ഞുങ്ങൾക്കും ഡെങ്കിപ്പനിയുടെ അനുഭവം കടന്നു വന്നു. വളരെ ഭാരപ്പെട്ടു, വളരെ പ്രയാസപ്പെട്ടു. പക്ഷേ അവിടെയും കർത്താവ് കൂടെ ഇരുന്നു. കർത്താവ് അതെ സഹായിച്ചു. അവരെ 2 പേരെയും അത്ഭുതകരമായി കർത്താവ് അന്ന് വിടിവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇതുപോലുള്ള പല സന്ദർഭവേളകളിലും കർത്താവ് എന്നെ അത്ഭുതകരമായി വിടുവിക്കുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ അതെ കാണാൻ കർത്താവ് കൃപ നൽകി. ഇന്ന് ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കുന്നു. അമ്മയും അച്ഛനും അവരും ഒക്കെ കർത്താവിനെ സേവിക്കുന്നു. കർത്താവ് അതിന് കൃപ നൽകി. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെ ധന്യമായി അനുഗ്രഹിപ്പാൻ ഇടവരട്ടെ. എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന പ്രിയ കർത്താവിന്റെ ദാസൻ ജോയ്സ് പി വി എന്നിവർക്കെല്ലാം ഞാൻ നന്ദി പറയുകയാണ് ചെയ്യുന്നത്. കാരണം എനിക്കറിയാം, ഞാൻ പറയുന്നത് പരസ്യത്തിലൊക്കെ സാക്ഷികളൊക്കെ പറയാറുണ്ടെങ്കിലും അതിന്റെ ഒരു പരിമിതിയല്ല. ഈ ടിവിയിലൂടെ ഇപ്പോൾ ആയിരങ്ങൾ ചിലപ്പോൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഒരു അനുഭവമാണ്. അതിന് മുഖാന്തരം ഒരുക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും, ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചവർക്കും ഒക്കെ ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ഈ പ്രവർത്തനത്തെ കർത്താവ് വീണ്ടും വിശാലമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ആയിരുന്നതിന് നന്ദിയുണ്ട്. ദേവദാസനെ കർത്താവ് ഇനിയും ധാരാളമായി ഉപയോഗിക്കട്ടെ. പാസ്റ്ററിന്റെ ശുശ്രൂഷ മണ്ഡലത്തിൽ വേറെ ആ ദേശത്ത് ആരെങ്കിലുമൊക്കെ വിശ്വാസത്തിൽ കടന്നു വരുവാനിടയായി തീർന്നിട്ടുണ്ടോ പാസ്റ്ററിന്റെ ശുശ്രൂഷയിലൂടെ? പാസ്റ്ററിന്റെ ദേശത്ത് നിന്ന് ആരെങ്കിലുമൊക്കെ വേറെ വിശ്വാസത്തിൽ പാസ്റ്റർ മുഖാന്തരം കടന്നു വരുവാനിടയായിട്ടുണ്ടോ? ഇത് എന്റെ ദേശത്തില് ശരിക്കും ഇത് ചർച്ചിനോടുള്ള ബന്ധത്തില് പലരോടും സുശീലം പറയാനും വരാനൊക്കെ ഇടയായിട്ട് പല പ്രിയപ്പെട്ടവരും വരാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ദേവദാസനെ ഇനിയും പിന്നെയും ആ ദേശത്ത് കർത്താവ് ഉപയോഗിക്കട്ടെ.
ഓക്കെ പാസ്റ്റേ. ആമേൻ. ആ ആമേൻ. ഇനി പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുകയും കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അതിന് മുഖാന്തരമായി തീർന്ന ജോയ്സ് ടിവിക്കായി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ ദാസി, പ്രിയപ്പെട്ടവരെല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രവർത്തനങ്ങളെ കർത്താവ് വീണ്ടും ധ്യാനിക്കുകയും വിശാലമാക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആയതുപോലെ തന്നെ ദൈവമേ, ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിലും കർത്താവിന് വലിയവ ചെയ്യുവാൻ കഴിയുമെന്ന്, അവരുടെ ജീവിതത്തെയും മാറ്റിമറിക്കാൻ, ജീവിതത്തിൽ സമാധാനമില്ലാത്ത അനുഭവത്തിൽ സമാധാനം നൽകുവാൻ കഴിവുള്ളൊരു കർത്താവാണെന്ന് അവരും തിരിച്ചറിയുവാൻ, കർത്താവിനെ അറിയുവാൻ കർത്താവ് അവിടുന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അതേ കർത്താവെ, അങ്ങനെ ഒരു സമാധാനം അനുഭവിക്കാൻ എനിക്ക് കർത്താവ് കൃപ തന്നല്ലോ. അതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അത് ഈ കേൾക്കുന്ന എല്ലാവരിലും ദൈവം അങ്ങ് പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് അവിടുന്ന് സ്പർശിക്കണം, അനുഗ്രഹിക്കും, ആസ്വദിക്കും. പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ.